LIC ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ് മുഅ്മിനെ. ഒരു സംശയമില്ല, ഒരു ഫത്വയും ആരോട് ചോദിക്കാനും പോകേണ്ട ആവശ്യമില്ല. അത് ഗ്യാരണ്ടിയാണ്. ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലല്ലാതെ അത് ഹലാലല്ല. വാഹനത്തിന് ഇൻഷൂർ ഹറാമ് തന്നെയാണ്. പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ, റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റുഖ്സയുണ്ട്, ഇളവുണ്ട്. നിങ്ങൾ അടച്ച പൈസ തിരിച്ചു വാങ്ങിച്ചു, അത് നിങ്ങൾക്ക് ഹലാലാണ്. പോസ്റ്റിന്റെ കുറി ഉണ്ടാവും. പെണ്ണുങ്ങളെ 20,000 അടച്ചു, ഇനി കിട്ടുമ്പോ 30,000 40,000 കിട്ടുക. പച്ച പലിശയുടെ പൈസയാണ്, അത് എടുക്കാൻ പാടില്ല. ലീസിന് കൊടുക്കുന്നുണ്ടല്ലോ, ലീസിന്റെ ഏർപ്പാട്. വാഹനം ഗൾഫുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് വണ്ടി എടുക്കുന്നുണ്ട്, 1,00,000 റുപ്യ കൈ കൊടുത്തു. ഇവൻ ഒരു മാസം വാഹനം ഓടിച്ചു, വാഹനം തിരിച്ചു കൊടുത്തു, 1,00,000 ഇവന് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പൊ എത്രയപ്പം ചെലവാക്കിയത് പെട്രോൾ അടിച്ച് മാത്രം, വാഹനത്തിന് വാടകല്ല. എന്തേ വാഹനം പണയം കൊടുത്തു, ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച് വാഹനം തിരിച്ചെടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു. അങ്ങനെ നടക്കുന്നില്ലേ? വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട്. വീടിന്റെ വാടക എത്രയാ? ഒരു കൊല്ലത്തേക്ക് 50,000 കൂടെ കൊടുത്തു വീടിന്റെ ഉടമസ്ഥന്. ഒരു കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന് 50,000 കൊണ്ടുപോയി. കുല്ലു ഖർളിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ. ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ, ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് ഫുഖഹാ പറഞ്ഞിട്ടില്ലേ? പലിശയുടെ ഏർപ്പാടാണത്, പലിശയാണത്, പാടില്ല. കുല്ലു ഖർളിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, അത് പലിശയാണ്. ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോളിൻ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെയ്യല്ലേ. ലൈഫ് ഇൻഷുറൻസ് വേണ്ട മുഅ്മിനെ, ഹറാമാണത്. എന്റെ ലൈഫ് ഇൻഷൂർ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി തവക്കൽതു അലൈക്, നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് പടച്ചവനെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ഇൻഷുറൻസുകാരനും നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരു ഇൻഷുറൻസുകാരന് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദത്തം ചെയ്യാൻ പറ്റുമോ? ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ശരീരമടക്കം ഏതൊരു രാജാതിരാജന്റെ കയ്യിലാണോ, ആ രാജാതിരാജനിൽ തവക്കുൽ ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ്? മുഅ്മിനെ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ഹറാമുകളിൽ ചെന്ന് ചാടാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരാണ് നുസ്തസ്ഖാ ബിഹി ഫിൽ ബവാദി ഇദാ ഖഹതുനാ, ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ മഴ കിട്ടാൻ കാരണം ഇവരെ പോലെയുള്ള മഹത്തുക്കളായ കച്ചവടക്കാരാണ്. 5 ദിർഹം തിരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടേതാണ്, എനിക്ക് വേണ്ട. കച്ചവടക്കാർ വാങ്ങുന്നവരെ ബുദ്ധിമുട്ടാക്കരുത്, കൊടുക്കുന്നവരും ബുദ്ധിമുട്ടാക്കരുത്. അങ്ങനത്തെ കസ്റ്റമറും അങ്ങനത്തെ കച്ചവടക്കാരനും റഹിമല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊള്ളലാപെടുക്കരുത്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ടവർക്കൊരു കോവർ കഴുതയുണ്ട്, ബഗ്ല, മ്യൂൾ എന്ന് പറയും, MULE, മ്യൂൾ, ബഗ്ല. ഡോങ്കിയും അല്ല, ഹോഴ്സും അല്ല, അതിന്റെ ഇൻ ബിറ്റ്വീൻ, മ്യൂൾ. 400 ദിർഹം വില. 400 ദിർഹം കച്ചവടം അങ്ങനെ നടക്കാൻ നിൽക്കുമ്പോ ഇയാള് പറഞ്ഞു, ഹസൻ അൽ ബസ്രി ഇസ്മ, കുറച്ച് എന്തെങ്കിലും ഒരു അളവ് തരേൻ. 100 കുറച്ചു. വില 400, 300 കിട്ടിയ പാടെ കസ്റ്റമർ പറയാൻ. അങ്ങനെ കൊണ്ട് നമ്മൾ കച്ചവടക്കാർക്ക് പറ്റൂലേ? ഞാൻ അത് പറഞ്ഞുതരാം, എങ്ങനെയൊക്കെ ജീവിച്ച കച്ചവടക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നിങ്ങളെ മുതൽ നഷ്ടപ്പെടുത്തി കച്ചവടം ചെയ്യും വേണ്ട. എങ്കിൽ ഇതൊക്കെ പ്രാബല്യത്തിൽ വരുത്താനുള്ള തവക്കുലുണ്ടോ? ചെയ്തോളൂ. 100 കുറച്ചു 300. ആ നേരം അയാൾ പറഞ്ഞു, അഹ്സിൻ യാ അബാ സഈദ്, ഹസൻ അൽ ബസ്രി, നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ. 100 പിന്നെയും കുറച്ചു, 200. ഇതിന്റെ മുതല് ലാഭടക്കം 400 വേണം. ആളുകൾ പറഞ്ഞു, ഹസൻ അൽ ബസ്രി 400ന്റെ സാധനം പകുതി വിലക്കാളുകൾ കൊടുത്തത് അവൻ നന്മ ചെയ്യാൻ പറഞ്ഞില്ലേ? വഹകദൽ ഇഹ്സാൻ, ഇങ്ങനെയാണ് നന്മ ചെയ്യുക എന്ന് മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അവരൊക്കെ ചെയ്ത കച്ചവടം ആഖിറത്തിന്റെ കച്ചവടമാണ്. ആഖിറത്തിന് മുതലെടുക്കണം. പൈസ ഉണ്ടാക്കി മുതലാളിയായി അതിന്മേൽ കടന്നുറങ്ങണം. ഇതല്ല അവരുടെ ലക്ഷ്യം. എങ്ങനെ? ഈ കച്ചവടം കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റണം.